നല്ലത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് റീച്ച് ആവുന്നില്ല എന്നല്ലേ? അല്ല, റീച്ച് ആവുന്നുണ്ട്, പക്ഷേ സിനിമ കിട്ടുന്നില്ല, കളഞ്ഞു. മോശം ചെയ്യുന്നുണ്ട്, റീച്ച് ആകുന്നുണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ട് പോകുന്നുണ്ട്, ഒരുപാട് അക്കൗണ്ടുകൾ വേറെ ഉണ്ട്. എന്റെ പോയിന്റ് അതാണ്. ശരിക്കും നിങ്ങൾക്ക് പ്രോഡക്റ്റുകളാണോ, കുറെ ആൾക്കാർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള വിൽക്കാൻ വെച്ചിരിക്കുന്ന പ്രോഡക്റ്റുകളാണോ? നിങ്ങളെ കൊണ്ട് പാവകളാക്കിയിട്ട് കളിപ്പിച്ച് അവർക്ക് നേട്ടമുണ്ടാക്കുന്നതാണോ? അവർക്ക് സോഷ്യൽ മീഡിയയിൽ ചോദിക്കില്ലേ വീട്ടുകാര്? ചോദിക്കും. അപ്പൊ നിങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന 2 പ്രോഡക്റ്റുകളാണ് ഈ. ഞാൻ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽസിന്റെ പേര് പറയുന്നില്ല, കാരണം അവരും ജീവിക്കാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവര് നിങ്ങളെ പൊട്ടം കളിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമുണ്ടോ? പൈസ കിട്ടും അല്ലേ? ഈ സിനിമയിൽ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പൊ ഈ സിനിമയിൽ കിട്ടിയാന്ന് വെച്ചാൽ ഇല്ല, സോഷ്യൽ മീഡിയ കിട്ടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു കാര്യം ആഗ്രഹിച്ചു. ഇപ്പൊ പല സ്ഥലത്തും പല സിനിമാക്കാരും സിനിമയിലെ വനിതാ തിയേറ്ററിൽ വരും, ഒരു സെൽഫി എടുക്കാൻ ചെല്ലുമ്പോ പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് നെഞ്ചത്തിട്ട് തള്ളി മാറ്റണത്. അത് ഞാൻ കണ്ടിട്ടുണ്ട് പല പ്രാവശ്യം, എന്നെ തന്നെ തള്ളി മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ എന്ത് കോമാളി ഇമേജ് ആയിക്കോട്ടെ, ഞാൻ ഇപ്പൊ ലുലുമാളിലോ മാളിച്ചെന്ന് കഴിഞ്ഞാൽ പിള്ളേര് വന്ന് കെട്ടിപ്പിടിച്ചെന്ന ഫോട്ടോ എടുക്കണം, ഇങ്ങോട്ട് വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചത് ഞാൻ ഒരിക്കലും തട്ടിക്കളയില്ല. എന്തുകൊണ്ടാണ് ചെയ്ത്? ആ ഫെയിം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം പൊതുജനം പല വിധമാണ്. അതെ, ഒരു കാറ്റഗറി പെടുന്ന ആൾക്കാർക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടില്ലെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ഞങ്ങൾ ലഹരി കച്ചവടം ചെയ്യുന്നില്ല, ഞങ്ങൾ ഒരാളെ സ്ത്രീകളെ ഉപദ്രവിക്കുന്നില്ല, ഒരാളെ ഉപദ്രവിക്കുന്നില്ല, ഞങ്ങൾ എന്ന് പറയരുത്. ഞങ്ങൾ ഒരു വീഡിയോ ചെയ്ത് ഞങ്ങൾ അതിലൂടെ കൂടുതലും പ്രവാസികളാണ് ഞങ്ങളെ വിളിക്കുന്നത്. ഈ പ്രവാസികൾ വിളിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഭയങ്കര ഡിപ്രഷനിൽ നിൽക്കുമ്പോ നിങ്ങളുടെ വീഡിയോ കാണുമ്പോഴാണ് ഒരു മനസ്സമാധാനം കിട്ടണത്. ഒരുപാട് പ്രവാസികൾ, മലയാളി പ്രവാസികൾ കാനഡ അവിടെ നിന്നുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ചെറിയ പൈസ കിട്ടും. ഞങ്ങൾക്ക് ഒരു ആശംസ വീഡിയോ അങ്ങനെ പറഞ്ഞ പ്രവാസികൾ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്തേക്കണേ. പ്രവാസികൾ തന്നെയാണെന്ന് ചേട്ടന് ഉറപ്പുണ്ടോ? അല്ല, കമന്റ് ചെയ്തേക്കണേന്ന്. പ്രവാസികളാണെന്ന് ചേട്ടന് ഉറപ്പുണ്ടോ? അല്ല, കമന്റ് ചെയ്തേക്കണേന്ന്. സപ്പോർട്ട് ചെയ്ത ആൾക്കാർ കമന്റ് ചെയ്തേക്കണേ, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമാണ് പറയണ്ടേ. എത്ര പേര് ഞാൻ ഒബ്ജക്റ്റ് ചെയ്തല്ലേ കമന്റ് ബോക്സിൽ എന്നെ ഒരുത്തൻ തെറി വിളിച്ചേക്ക, അതിന്റെ താഴത്ത് വേറൊരാളിട്ടേക്ക. എടാ, അവരുടെ ഇഷ്ടത്തിൽ ജീവിക്കട്ടെ. അതെ, അതാ പറഞ്ഞേ. അപ്പൊ ഒരുപാട് സപ്പോർട്ടുകൾ നമ്മൾ റിപ്ലൈ കൊടുക്കാറില്ല. ഇപ്പൊ ഞങ്ങള് ബർത്ത്ഡേ വിഷ് ചെയ്യുന്നുണ്ട്, പെയ്ഡ് ആണ്. പക്ഷെ അവരൊന്നും നമുക്ക് കമന്റില് ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഇടാറില്ല. പകരം അവർ നമുക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാൻ ഞങ്ങൾക്ക് ഒരു ബർത്ത്ഡേ വിഷ് തരുമോ, അപ്പൊ പേയ്മെന്റ് എത്രയാണെങ്കിൽ നമ്മളൊരു പേയ്മെന്റ് പറയും, അങ്ങനെ ചെയ്യും. എത്ര പേയ്മെന്റ്? 500 മുതൽ 3000 വരെ. ഞാൻ കാര്യം പറയാ, 3000 ഒന്നുമില്ല, തള്ളരുത്. എനിക്കത് ഇഷ്ടമല്ല. അലഞ്ചോസ് പേര് 6-8 3000 5000 വരെ മേടിക്കുന്നുണ്ട്. ഞാനും നിശയൊക്കെ മേടിക്കുന്നത് 500 200 ഞാൻ 300 വരെ മേടിച്ചു. ചില പിള്ളേര് വിളിച്ചിട്ട് പറയും, ചേട്ടാ ഒരു ബർത്ത്ഡേ വിഷയം 200 രൂപ. പിള്ളേരുടെ ഇഷ്ടമാണ്. എത്ര കോമാളി എന്ന് പറഞ്ഞാലും പിന്നെ ഒരു ദിവസം പറയാ, ഈ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറയാം, ചേട്ടാ അപ്പൊ 2 പിള്ളേരാ, എനിക്കറിയില്ല. എന്നോട് ചേട്ടാ എനിക്ക് വാഴ 2 ഇറങ്ങി, എന്റെ കയ്യിൽ പൈസ ഇല്ല, എനിക്കൊരു 200 ഇട്ട് തരുമെന്ന് വെച്ച്. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ. അപ്പൊ വെച്ചാൽ എന്താ ചെയ്യണെന്ന് വെച്ചപ്പോ പറഞ്ഞു, ചേട്ടാ ഞങ്ങൾ പഠിക്കണ പിള്ളേരെ +2 ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോ കറക്റ്റാ +2. അപ്പൊ ഞാൻ ഒരു ടിക്കറ്റിന്റെ പൈസ എനിക്ക് ചേട്ടൻ അടിച്ചു തരുന്നു, ഞാൻ 200 ഇട്ട് കൊടുത്തു. അല്ല, ഞാൻ കൊടുക്കുന്നത് അറിയോ, നമ്മൾ എന്തുകൊണ്ടാണ് ഇന്ന് ഈ സീറ്റിൽ ഇരിക്കുന്നത്, എനിക്ക് സംസാരിക്കാൻ താല്പര്യം ഞാൻ പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ വിഷ്ണു എടുത്തിട്ട് ഞാൻ അവരുടെ എല്ലാ കാര്യം ചോദിച്ചത്, എങ്ങനെ അവരുടെ കൂടെയൊക്കെ എത്തിപ്പെട്ടു എന്നുള്ളത്. ആരും മോശമെന്നല്ല പറയുന്നത്. പക്ഷേ നമ്മൾ ജീവിച്ചിരുന്ന ഒരു സൊസൈറ്റിക്കകത്ത് ഒരു പാരലൽ യൂണിവേഴ്സ് ഉണ്ടാക്കി മൊത്തം ആൾക്കാരെയും പറ്റിക്കുന്നു എന്നൊരു സാധനമില്ലേ? ഇത് പ്ലാൻഡ് ആയിട്ടല്ലേ അവർ ഓരോ കണ്ടന്റും തയ്യാറാക്കുന്നത്. ഇപ്പൊ സന്തോഷ് വർക്കി 6 എന്ന് പേര് കിട്ടി, അത് ക്യാൻസർ ആണെന്നൊരു വീഡിയോ ഇട്ട് ഓർമ്മയുണ്ടാന്ന് അറിയില്ല, അറിയാം, ഭയങ്കരമായിട്ട് വൈറലായി. തലേന്ന് എന്നോട് പറഞ്ഞു, ഞാൻ കൂടെ ഉണ്ട്, എന്താണ് AJPക്ക് റീച്ച് കൂടി, നിങ്ങളെല്ലാവരും ഇപ്പൊ റീച്ചുള്ള ആൾക്കാരാ, എനിക്ക് മാത്രം റീച്ചില്ല, ഞാനൊരു പടക്കം പൊട്ടിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ പിറ്റേ ദിവസം രാവിലെ അറിയണത് 6 ക്യാൻസർ ആണ്. തോന്നിയ ദിവസമല്ലേ പറഞ്ഞത്? ഞാൻ അല്ല, പുള്ളിനെ വിളിച്ച് ഞാൻ കൂടെ നടക്കണം, എന്നോട് പറയാ. ഞാൻ രാവിലെ ഹോസ്പിറ്റലിൽ പോയപ്പോ ഡോക്ടർ ക്യാൻസർ ഇതാക്കി പറയും. ഞാൻ പേടിച്ചു പോയി, നമ്മുടെ കൂടെ നടക്കണില്ല. തലേന്ന് കൂടെ ഒരുപാട് പേര് ആളുടെ പോസ്റ്റില് ആദ്യമായിട്ട് പോസിറ്റീവ് കമന്റ് ചെയ്തു.
എത്ര മോശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അസുഖം ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ ശരിക്കും ഞങ്ങളൊക്കെ അയാൾ ഞെട്ടിപ്പോയില്ലേ? 24 മണിക്കൂറോ 36 മണിക്കൂർ അയാൾ ആസ്വദിച്ചു. ഡോക്ടറിന്റെ ഇത് ചോദിച്ചു, അതാണ് പുള്ളിക്ക് പണി കിട്ടിയത്. എല്ലാരും ഇത് ചോദിച്ചു മെഡിക്കൽ മീഡിയക്കാരൊക്കെ വീട്ടിൽ ചെന്ന് ഡോക്ടറിന്റെ മെഡിക്കൽ മെഡിക്കൽ വെച്ചപ്പോ പുള്ളി പെട്ടുപോയി. അന്നേരം തന്നെ ഇട്ടു. ഏത് ഡോക്ടറാണ്, ഏത് ഹോസ്പിറ്റലാണെന്നൊക്കെ ചോദിച്ചു. എന്നുള്ളതൊക്കെ ഈ 2 ദിവസം കൊണ്ട് കാരണം അങ്ങനെ തെറ്റായ കാര്യം ഡോക്ടർ പറയാൻ പാടില്ലല്ലോ. അല്ല പുള്ളി എന്നോട് പറഞ്ഞത് ഈ 2 ദിവസം കൊണ്ട് പുള്ളി എല്ലാ സിനിമാക്കാരെ രാത്രി അങ്ങാടി ഇരുന്ന് വിളിക്കും. എല്ലാ സിനിമാക്കാരും എനിക്കറിയാം, കൂടെ നിൽക്കണം എനിക്കറിയാം. രാത്രി എത്ര മണിക്കാ? പുള്ളി രാത്രി ഒരു 9 മണിയാകുമ്പോ വിളി തുടങ്ങും. അപ്പൊ 9:30ക്കാണ് ഈ സൗന്ദര്യമുള്ള നായികമാരോട് ക്രഷ് തോന്നുന്നത്. അത് ഈ 9 തൊട്ട് 9 വരെ പുള്ളിക്ക് അങ്ങനെയൊന്നുമില്ല. 2 മണിക്ക് ഇടാൻ തോന്നിക്കഴിഞ്ഞാൽ 2 മണിക്ക് വരുമ്പോഴത്തേക്ക് പുള്ളിക്ക് 2 മണിയാകുമ്പോ പുള്ളി 2 മണിക്ക് ഇടും, 3 മണിയാകുമ്പോ 3 മണിക്ക് ഇടും. കാര്യം വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ കൂടെ ഇപ്പൊ ഈ അലൻ ജോസ് ആയാലും ആറാട്ടിന്റെ ഏറ്റവും കൂടുതൽ ഈ ഓട്ടോറിക്ഷ ഉള്ളതുകൊണ്ടിട്ട് എന്നെ വിളിക്കുമോ. ഇവർക്ക് പല സ്ഥലത്തും പോകാനൊക്കെ ഉണ്ടെങ്കിലും ഇവർക്ക് വണ്ടി ഓടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. രാത്രി പേരൊക്കെ കാഴ്ചക്കുറവുണ്ട്, രാത്രി വണ്ടി ഓടിക്കാൻ അവന് ഒരു കണ്ണിന് കാഴ്ചക്കുറവുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് എന്നെ വിളിക്കുള്ളൂ. അപ്പൊ ഇവരുടെ കൂടി രാത്രി സഞ്ചാരവും ഞാനായിരിക്കും. കാര്യം ഈ സിനിമയിലൊക്കെ പോയി സിനിമയുടെ പ്രൊമോഷനൊക്കെ വിളിക്കുമല്ലോ. അപ്പൊ അതിനൊക്കെ എടാ നീ വാ കൂടെ വാന്നും പറയും. അപ്പൊ നമുക്ക് ടിക്കറ്റൊക്കെ അവര് സിനിമക്കാരെ തന്നെ നമുക്ക് തന്നത്, അവരെ പടം പ്രമോഷൻ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പൊ അതിനൊക്കെ പോകുമ്പോ ഇവരെ വിളിക്കുമ്പോ രാത്രി ആകുമ്പോ ആറാട്ടെണ്ണനായാലും ഞാനാണ് ആറാട്ടന്റെ വീട്ടിൽ നിന്ന് ഒരിടക്ക് പോകുന്നത് 11 മണിക്കാ. ഇനിയിപ്പൊ അണ്ണൻ ഇപ്പൊ പറയുന്ന കുറെ സ്റ്റേറ്റ്മെന്റുകളുണ്ട്, അതിനോട് ഞാൻ പുള്ളിയുടെ അടുത്ത് യോജിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഒന്ന് ചവിട്ടി നിൽക്കുന്നത്. പുള്ളി പാർട്ടിക്കാരെ ഒരുപാട് തെറി പറയുന്നുണ്ട്, ഒരുപാട് സിനിമാക്കാരെ എല്ലാവർക്കും ഉണ്ട്, ഇല്ലെന്നല്ല. നമ്മള് ഞാൻ പറയും നമ്മള് പടം കളിക്കണമല്ല. ഇപ്പൊ ഇരിക്കുന്ന പ്രൊഡ്യൂസറിന്റെ കഥ പാതി വഴി നിർണ്ണയിക്കുകയാണ്. അത് നമുക്ക് എടുക്കണം. പ്രൊഡ്യൂസർ തന്നെ ഈ ഇലക്ഷൻ സമയത്ത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരുന്നു. അതൊന്ന് പറഞ്ഞേ രാഷ്ട്രീയം. പക്ഷെ വിഷ്ണുവും പറഞ്ഞു രാഷ്ട്രീയം. ഈ നിങ്ങളെ കൂട്ടത്തിൽ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ, രാഷ്ട്രീയമല്ല. ഞങ്ങൾ എല്ലാ രാഷ്ട്രീയക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ. പക്ഷെ ഞാൻ നിഷ്പക്ഷമായിട്ട് നല്ലത് ചെയ്യുന്ന ഏത് പാർട്ടിയാണ് നല്ലതെന്ന് പറയും, ചീത്ത ഇതിനെ ചീത്ത. അപ്പൊ ഏത് രാഷ്ട്രീയത്തിലാണ് വിശ്വസിക്കുന്നത്? അല്ല, ഞാൻ ശരിക്കും കമ്മ്യൂണിസ്റ്റുകാരാണ്. കമ്മ്യൂണിസ്റ്റ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ അതിലാണ് മെമ്പർഷിപ്പ് ഒക്കെ ഉള്ള. പക്ഷെ അവര് ചെയ്ത് മോശം ചെയ്തോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി മോശം ചെയ്തോ? ഞാൻ അതിനെ കുറിച്ച് വീഡിയോ ചെയ്തോ എനിക്കറിയില്ല. ചെയ്തോ? അല്ല, ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ചെയ്തു? ആദ്യം ഒരു 5 വർഷം നല്ല ഭരണമായിരുന്നു. രണ്ടാമത്തെ 2016 തൊട്ട് 2021 വരെ അതിനുശേഷമുള്ള കാര്യങ്ങളും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്റെ പാർട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടാ ഭരണപക്ഷം ഇപ്പൊ ഇഷ്ടപ്പെട്ട നേതാവാരാ? ഇപ്പൊ അതിപ്പോ പറയാൻ പറ്റില്ല. ഇഷ്ടപ്പെട്ട നേതാവ് എനിക്ക് എപ്പോഴും ഞങ്ങളുടെ സഖാവിനെ തന്നെയായിട്ട് ഞാൻ പറയുള്ളൂ. ഞാൻ പിണറായി വിജയൻ, മണിയാശാൻ അങ്ങനെയുള്ള ലെവലിൽ ഞാൻ പറയുള്ളൂ. നമുക്ക് ഉറപ്പ് വേണ്ടേ നമുക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയക്കാരൻ ആരാണെന്ന്? പക്ഷെ എനിക്ക് സതീശൻ സാറ് പുള്ളി ചെയ്യുന്ന കാര്യങ്ങൾ VD സതീശൻ സാറ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ പുള്ളിനെ അനുകൂലിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ സതീശൻ എന്തൊക്കെ ചെയ്തു? ഇപ്പോ UDF വേണ്ടിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അറിയില്ല, പറയേ. മുഖ്യമന്ത്രി രീതിയിൽ കയറിയിട്ട് ഒന്നരാഴ്ച ആവുന്നേ. മുഖ്യമന്ത്രി ആവുന്നതിന് മുന്നായിട്ടും പുള്ളി അവിടെ ഒരേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എവിടെയാ? ഒരേ സ്ഥലങ്ങൾ ചെയ്തിട്ടുണ്ട്. വേണ്ടപ്പെട്ടവർക്ക് നമ്മൾ ന്യൂസൊക്കെ ഞാൻ ന്യൂസ് എല്ലാം കാണുന്നത് ഞാൻ ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്നതാണ്. എന്താ അദ്ദേഹം ചെയ്തതെന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ചെയ്തത് നമ്മുടെ അല്ലല്ല അതിന് ഞാൻ അനുകൂലിക്കുന്ന ആളല്ല. പ്രതികൂലിക്കാറുണ്ട്. അനുകൂലിക്കുന്ന കുറച്ച് കാര്യം പറഞ്ഞു. അനുകൂലിക്കുന്ന കാര്യങ്ങൾ ചികിത്സ സഹായം കാര്യങ്ങളും വേണ്ട ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം പ്രതിപക്ഷ നേതാവായിരുന്നു, MLA ആണ്. അപ്പൊ ഈ 2 സ്ഥാനത്തിരുന്നു കൊണ്ടും ചികിത്സ സഹായം എനിക്കിപ്പോ എടുത്തു പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ മനസ്സിൽ തട്ടിയിരിക്കുന്ന ഒരു വേദനയായിട്ട് നിൽക്കുന്ന ആ കുഞ്ഞിന്റെ കൈ മുറിച്ച സംഭവം, ആ ഒരു സംഭവം എനിക്ക് വളരെ വേദനയുള്ളതാണ്. എനിക്കതിപ്പോ പറയുമ്പോൾ എനിക്ക് ശരിയാവില്ല. അപ്പൊ അന്നേരം ആ സമയത്ത് ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചത് അതാണ് എന്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. അവിടെ ചേർത്ത് ആദ്യം പിടിക്കേണ്ടിരുന്നത് വീണ ജോർജോ ആയിരുന്നു. പക്ഷെ അവര് ചേർത്ത് അധികം പിടിച്ചില്ലല്ലോ. എന്തുകൊണ്ടാണെന്നാണ് എന്റെ ചോദ്യം. അതാണ് എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്. എന്തുകൊണ്ട് അവരെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചില്ല? അവര് അന്ന് എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞു, എന്തൊക്കെയോ വാഗ്ദാനങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുത്തു എന്നുള്ളത്. പക്ഷെ ഒരു കുഞ്ഞിന്റെ കൈ മുറിച്ചിട്ട് നമ്മൾ പിന്നെ എന്ത് കൊടുത്തിട്ട് എന്ത് കാര്യം? ഒന്നുമില്ല. അപ്പൊ ഞാൻ ഇവര് ചെയ്യുന്ന ഞാൻ കാര്യം കൊണ്ട് നമുക്ക് VD സതീശൻ എന്ന് പറയുന്ന നേതാവിനെ ചേർക്കാൻ പറ്റും. പക്ഷെ എന്റെ മനസ്സിൽ ചേർക്കാൻ പറ്റും. അതായത് ഒരു വളർന്നു വരുന്ന ഒരു ചെറിയൊരു പൊടി കുഞ്ഞാണ്. അതിനോട് അങ്ങനെ ചെയ്ത് കഴിയുമ്പോ അതിന് വേണ്ട ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാന്നുള്ളത്. കാരണം ആ ഒരു കൈ എന്ന് പറഞ്ഞൊരു സ്വപ്നമാണ്. എന്നിട്ട് അതിന് ഇത് യന്ത്രക്കൈയൊക്കെ കൊടുത്തല്ലോ. എനിക്കൊരു വലിയ കാര്യമായിട്ട് ഞാൻ അത് ഫോളോ ചെയ്യുന്നുണ്ട്. എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. എനിക്ക് എടുത്തു പറയാൻ അതേ ഉള്ളൂ.
ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ എല്ലാം ഒന്നും പറയാൻ പറ്റില്ല. മുഖ്യമന്ത്രി എങ്ങനെയുണ്ട് ഇപ്പോ? ഇപ്പോഴത്തേക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ പൊളിയല്ലേ. പിന്നെ ഇന്നലെ കുറച്ച് വിഷയവും കാര്യങ്ങളൊക്കെ ഇന്നൊക്കെ ആയിട്ട് ഇന്നല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. അതെന്താ സംഭവം? അത് നമ്മുടെ ED റെയ്ഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പൊ അങ്ങോട്ട് ചെറിയ ചെറിയൊരു പ്രശ്നം. റെയ്ഡ് ചെയ്യാൻ പാടില്ല? അല്ല, പാടുണ്ട്, റെയ്ഡ് ചെയ്യാം. അല്ല, അതിന്റെ റെയ്ഡിന് വന്നു. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്റെ വീട്ടിലും റെയ്ഡ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പിന്നീടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അവിടെ വന്ന ആ സമരവും കാര്യങ്ങളും ആക്രമണവും കാര്യങ്ങളും അതിനോടൊന്നും ഞാൻ അനുകൂലിക്കുന്നില്ല. അതും പാർട്ടി തന്നെ. അതിൽ ഞാൻ ആരെയും അനുകൂലിക്കുന്നില്ല. അവരുടെ വാഹനം തകർത്തു, അതിനോടൊന്നും ഞാൻ യോജിക്കുന്ന ഒരാളല്ല. നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ നമുക്കറിയില്ല, ചെയ്തിട്ടില്ല. എതിരാളികള് ആരോപണം ഉന്നയിക്കുന്നു ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. അത് ഇഡിയിലേക്ക് അടുത്ത് കേസ് വരുന്നു അല്ലെ? ഞാൻ കറക്റ്റ് റൂട്ടിലല്ല പറയുന്നത് എങ്കിലും. അപ്പോ അവർക്കത് അന്വേഷിക്കണോ വേണ്ടേ? അന്വേഷിക്കണം. അതല്ലേ ഞാൻ പറഞ്ഞു, അന്വേഷിച്ചേ പറ്റൂ. അപ്പോ അത് അന്വേഷിക്കാൻ വരുമ്പോ അതിന് പുറകെ വന്ന സംഭവങ്ങളാണ് എനിക്ക് അത്ര പിടിക്കാതെ വന്നത്. അപ്പൊ വീടിക്ക് എന്താ പ്രശ്നം? വീടിക്ക് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അതായത് പറഞ്ഞില്ലേ, വീട് നല്ലതായിരുന്നു, 2 ദിവസം മുന്നേ നടന്ന പ്രശ്നങ്ങളുമായിട്ട് എനിക്ക് അങ്ങനെ പറഞ്ഞില്ല. 2 ദിവസം രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതാ ഞാൻ പറഞ്ഞത്, വീടിനല്ല. ഈ 2 ദിവസം മുന്നേ നമ്മൾ പറയുമ്പോഴത്തേക്ക് എല്ലാം കൂടെ പറഞ്ഞു വരുന്നത്. എന്തായിരിക്കണം കേരള രാഷ്ട്രീയം? ഇനി എന്തായാലും എങ്ങനെ ഭരിക്കും എങ്ങനെയാവും നമുക്കറിയില്ല, മുന്നോട്ട് കണ്ടറിയാം എന്നേ ഞാൻ പറയുള്ളൂ. അതായത് UDF 5 വർഷം ഭംഗിയായിട്ട് ഭരിക്കണം എന്നാണോ, അതോ LDF നല്ല സമരങ്ങൾ ഇങ്ങനെ ഒരിക്കലുമല്ല. സമരത്തിനോട് ഞാൻ അനുകൂലിക്കുന്ന ആളല്ല. സമരം നല്ലതല്ല. ഇല്ല, നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നല്ലതെന്ന് പറയും. എല്ലാ സമരങ്ങളൊന്നും നല്ലതിന് വേണ്ടിയിട്ടല്ല. സമരങ്ങളിലൂടെയൊക്കെയാണ് നമ്മുടെ നാട് ഇങ്ങനെ ഉയർന്നു വന്നിരിക്കുന്നത്. അത് ബ്രിട്ടീഷുകാർക്കെതിരെ ആണെങ്കിലും ശരി, ഇവിടുത്തെ മറ്റേ ഈ ജന്മികൾക്കെതിരെ ആണെങ്കിലും ശരി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തന്നെ സമരത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒന്നാണ്. കോൺഗ്രസും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം എന്നോടൊരു, അതായത് BJPയുടെ ഒരാളാണ്, ഒരു നേതാവ്, ആ പേര് പറയുന്നില്ല, ആളിനോട് വിളിച്ചിട്ട് ചോദിച്ചു, നിഷാൻ നിങ്ങളൊക്കെ എന്ത് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ ശ്രദ്ധിക്കും, അതുകൊണ്ട് ഇപ്പൊ SFI പിള്ളേര് തമ്മിൽ കുറെ അവിടെ വിഷയം ഉണ്ടായി, അവരുടെ കൈ അങ്ങനെ ഓടിയൊക്കെ അല്ലേ, ആ കുട്ടികൾക്ക് അനുകൂലമായിട്ടൊരു വീഡിയോ ഇടാവോന്ന് ചോദിച്ചു. ഞാൻ അതായത് കുട്ടികളെ. അപ്പൊ ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് ഞാൻ നേതാക്കന്മാരുടെ കുട്ടികളൊക്കെ പുറം രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നു, നല്ല വിദ്യാഭ്യാസം മേടിക്കുന്നു, അവരെ ഒന്നും രാഷ്ട്രീയത്തിൽ വരുന്നില്ല. ഈ പാവങ്ങളുടെ കുട്ടികൾ, ഈ അണികളുടെ കുട്ടികളാണ് ഈ മുദ്രാവാക്യം വിളിച്ച് ഈ അടി കൊള്ളുന്നു, പോലീസുകാർ അടി കൊള്ളുന്നു ഒക്കെ. അപ്പൊ അതിന് അനുകൂലമായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ അതിനെക്കുറിച്ച് ഇപ്പൊ ഞാൻ ഇടാൻ തയ്യാറല്ല. കാരണം ഒന്നാമത്തെ കാര്യം നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. ആ കുട്ടികൾ എന്തിനാണെന്ന് പോലും ഞാൻ ന്യൂസ് കണ്ടിട്ടില്ല, ആകെ സോഷ്യൽ മീഡിയയിൽ കണ്ടു. പറഞ്ഞ ചോദ്യം റെലവന്റ് ആണോ? നേതാക്കന്മാരുടെ മക്കളൊക്കെ പുറത്തുപോയി പഠിക്കുന്നു, സാധാരണക്കാരന്റെ മക്കളൊക്കെ സർക്കാർ സ്കൂളുകളിൽ പോയി പഠിച്ചിട്ട് അവിടെ അടികൊള്ളാൻ അണികളുടെ കുട്ടികളും. അത് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? ശരിയോ തെറ്റോ? ശരിയോ തെറ്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കണം. നമ്മളാണ് ചിന്തിക്കേണ്ടത്. അതായത് ശരിയോ തെറ്റോ എന്നാണ് ചോദിച്ചത്. അതിൽ ചോദിച്ചു കഴിഞ്ഞാലോ, ശരിയുണ്ടോ വെച്ചാൽ ശരിയുണ്ട്, തെറ്റുമുണ്ട്. അതിലെ ശരി എന്താണ്? അത് സാധാരണ ഗവൺമെന്റ് സ്കൂളിലും ഗവൺമെന്റ് കോളേജിലും പോളിടെക്നിക്കിലും പഠിക്കുന്ന നമ്മുടെ മക്കള് അടികൊള്ളണം, സമരം വിളിക്കണം. ഈ സ്വാശ്രയ കോളേജുകളിലും വലിയ മാനേജ്മെന്റ് കോളേജുകളിലും പഠിക്കുന്ന മക്കള് അടിയൊന്നും കൊള്ളണ്ട, പഠിച്ചാൽ മാത്രം മതി. അപ്പൊ നേതാക്കന്മാർക്കായിരിക്കുമല്ലോ കാശുണ്ടായിരിക്കുക പോക്കറ്റില്. അതാണ് അവർ പറഞ്ഞു വന്ന പോയിന്റ്. അത് തന്നെയാണ്. അവരുടെ കുട്ടികൾ ഇങ്ങനെയൊന്നും ഇറങ്ങിത്തിരിക്കുന്നില്ല, പാവങ്ങളുടെ കുട്ടികളാണെന്നാ. അതായത് ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങി മറ്റുള്ളവരുടെ പോലീസുകാരെ അവരുടെ അടി അങ്ങനെ ആക്കുന്നത്, അങ്ങനെ നമ്മളുടെ സാധാരണക്കാരുടെ മക്കളെ അങ്ങനെ ആക്കുന്നത് ശരിയോ തെറ്റോ എന്ന് ചോദിച്ചാൽ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ തല പൊട്ടുന്നതും കാല് പൊട്ടുന്നതും ആർക്കാ? പാവങ്ങൾക്ക്. അപ്പൊ അത് ശരിയോ തെറ്റോ? തെറ്റ് അല്ലേ? അപ്പൊ പിന്നെ ആരെ അനുകൂലിക്കണം, ആരെ പ്രതികൂലിക്കണം? നമ്മള് ഞാനിപ്പോ ആരെയും അനുകൂലിക്കുന്നില്ല. ഞാൻ പിന്നെ പാർട്ടിയാണെന്നോ സഖാവാണെന്നോ അല്ല, ഇപ്പൊ ഞാൻ നിഷ്പക്ഷമായിട്ട് നിൽക്കുക. ഭരണം പോയതുകൊണ്ട് അത് മോശമാണ്. എത്ര ഭരണം പോയാലും സ്വന്തം പ്രസ്ഥാനം. അല്ല, ഞാൻ കുറെ നാളായിട്ട്, ഇപ്പൊ കുറെ നാളല്ലേ ഇപ്പൊ ഈ ഇങ്ങോട്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ. അതിനു മുന്നൊക്കെ ഞാൻ രാഷ്ട്രീയം കളിച്ച് നടക്കും. അതിനുശേഷം ഞാനിപ്പോ അധികം അങ്ങോട്ടില്ല. ചെല്ലുക, വോട്ട് ചെയ്യുക, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം വിളിക്കുക, പോവുക, അത്രയൊക്കെ ഉള്ളൂ. സമ്മേളനം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അറിയിക്കും, അന്നേരം പോകും. സമ്മേളനം പാർട്ടി സമ്മേളനമാണോ അതോ വേറെ? അല്ല, പൊതുവായിട്ടുള്ള സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഞാൻ റെഡ് വോളറിന്റെ വോട്ടൊക്കെ ഇട്ടു. ഈ പ്രാവശ്യത്തെ എനിക്ക് വോട്ടില്ലായിരുന്നു. ഈ പ്രാവശ്യത്തെ വോട്ട് എനിക്ക് ഇല്ലാതെ തോന്നുള്ളൂ. ബാക്കി എല്ലാ വോട്ടും ഞാൻ ചെയ്യാറുള്ളതായിരുന്നു. ഇന്ന് വരെ പാർട്ടി മാറി കൊടുത്തിട്ടില്ലല്ലോ. ഇല്ല, അങ്ങനെ ഒരിക്കലും കൊടുക്കത്തില്ല. ആരൊക്കെയോ പാർട്ടിമാരെ അങ്ങനെ കൊടുത്തത് കൊണ്ടാണ് തോറ്റുപോയത്.
അതെ. പക്ഷെ അതൊരു പെർമനന്റ് ആണെന്ന് തോന്നുന്നു, സ്ഥിരമാണെന്ന് തോന്നുന്നുണ്ടോ? എന്ത് ഇപ്പൊ ന്യൂജൻ കുട്ടികൾ ഒരുപാട് മാറി ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ ടിവിക്ക് വരണമെന്ന് ഒരുപാട് പേര് കേരളത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായ? ടിവിക്ക് വരണമെന്ന് ഇപ്പൊ കേരളത്തിലെ ഒരുവിധം ടീനേജ് ആയിട്ടുള്ള കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിപ്പോ വിജയിയുടെ ബുദ്ധിയാണ് ബുദ്ധി. കാരണം ഫാൻസ് പാർട്ടിയാക്കി മാറ്റി. മനസ്സിലായ? ടിവിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സീറ്റ് കിട്ടും എന്നുള്ള 100% ഉറപ്പ്. എവിടെയൊക്കെ കിട്ടുമായിരിക്കും കേരളത്തിൽ കിട്ടാൻ സാധ്യത ഒന്ന് പാലക്കാട് ഏത് മണ്ഡലം? മണ്ഡലം നോക്കണ്ടെന്നേ, പാലക്കാട് ജില്ലയിൽ വോട്ടുണ്ടാവും. പാലക്കാട് കിട്ടും. മണ്ഡലം നോക്കണ്ട, പാലക്കാട് കിട്ടും. കാരണം ഞാൻ പറഞ്ഞുതരാം. ഈ വിജയുടെ പാർട്ടി അവിടെ ജയിച്ചത് നമ്മൾ ഇവിടെ കേരളത്തിൽ പല ജില്ലകളിലും ടിവിക്കയുടെ കൊടി വെച്ച് ആഘോഷിച്ച ആൾക്കാരാ. അപ്പൊ പിന്നെ ടിവിക്ക് പാർട്ടി ഇവിടെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ജയിക്കൂലെന്ന് ചേട്ടന് പറയാൻ പറ്റും? ഞാൻ ഒരിക്കലും ജയിക്കില്ലെന്ന് പറയില്ല. കാരണം കേരളത്തില് ഏറ്റവും കൂടുതൽ ഒരു നടന് ഫാൻസ് ഉണ്ടെങ്കിൽ ലാലേട്ടൻ മമ്മൂക്കയ്ക്കും ഉണ്ട്. അതൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്. അല്ലാതെ ഒരു നടൻ ഉണ്ടെന്നാണെങ്കിൽ അത് വിജയിക്കാണ്. കാരണം ഇപ്പോഴത്തെ ആൾക്കാർ ഫാൻസിനെ മന്ത്രിയോട് ഒരു കാര്യം കൺവേർട്ട് ചെയ്യാൻ സാധിച്ചു. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഈ ടിവിക്ക് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് സീറ്റ് കിട്ടാതിരിക്കണമെങ്കിൽ ഇപ്പോഴത്തെ മന്ത്രി ചെയ്യേണ്ട കാര്യങ്ങൾ വെച്ചാൽ ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികൾ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യണം. ഞാൻ പറഞ്ഞ മനസ്സിലായ? വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യണം. അതായത് ഈ ചില പോലീസുകാർ വെറുതെ നിന്നിട്ട് എന്തെങ്കിലും പറഞ്ഞ് വെട്ടിയടിച്ച് അത് പിടിച്ചു നിർത്തുക. ചിലപ്പോ പല കാര്യത്തിലേക്ക് പറയട്ടെ, പല കാര്യത്തിനും പുറത്തേക്ക് പോകുന്നതായിരിക്കും. അപ്പൊ ഒരു ചെറിയൊരു ഇതില്ല. ഇപ്പൊ ഞാൻ എന്നെ കഴിഞ്ഞ ദിവസം കുറച്ചാളായി പോലീസ് പിടിച്ച്. അപ്പൊ എന്നോട് പറഞ്ഞ് ഫൈൻ അടക്കണം, വാഹനപ്പുക ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ കോടതിയിൽ അടച്ചോളാന്ന് പറഞ്ഞു. അവിടെ തന്നെ അടക്കണം. അപ്പൊ സ്പോട്ടിൽ അടക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പൊ പൈസ ഇല്ല. ഈ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ചേട്ടാ ഞാൻ പറയട്ടെ, നമുക്ക് സ്പോട്ടിൽ പൈസയിലേക്ക് കോടതിയിൽ അടക്കാനുള്ള നിയമം ഉണ്ടായില്ലേ? ഞാൻ അതാ ചോദിക്കുന്നത്. അങ്ങനത്തെ സംവിധാനം വരണം. അല്ലാതെ ജനങ്ങളെ പിടിച്ച് അത് ഇതേപോലെ ഇനി പോലീസുകാർ കാണിക്കുന്ന ടിവിക്ക് പാർട്ടി വന്നു കഴിഞ്ഞാൽ ടിവിക്ക് പാർട്ടി ഇവിടെ സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ ഈ തമിഴ്നാട്ടിൽ ടിവിക്ക് പാർട്ടി വന്നിട്ട് ഇപ്പൊ പല ഇതിൽ കാണിക്കണേണ്. പല കൈക്കൂലി മേടിക്കുന്നവരെ വീഡിയോ എടുത്ത് കൊടുത്താൽ 1 ലക്ഷം രൂപ സമ്മാനം. എന്തുകൊണ്ട് ഇപ്പോഴത്തെ മന്ത്രി വന്നിട്ട് അങ്ങനെ ഒരെണ്ണം പറയുന്നില്ല? കൈക്കൂലി ചോദിക്കുന്ന പോലീസുകാരോ സർക്കാർ ജീവനക്കാരോ ഉണ്ടെങ്കിൽ വീഡിയോ എടുത്ത് കാണിക്കുന്നവർക്ക് നമുക്ക് പൈസ തരണ്ട, വീഡിയോ ഇഷ്ടം പോലെ കൊടുക്കാം. അവിടേക്ക് ടിവിക്ക് 1 ലക്ഷമാണ് പറഞ്ഞേക്കണത് തമിഴ്നാട്ടിൽ. ഇവിടെ അതേപോലെ ഒരെണ്ണം വരണം എന്നാണ് ഞാൻ പറയുന്നത്. രാഷ്ട്രീയം ഇല്ല എന്ന് പറഞ്ഞ ആളാണ് സംസ്ഥാന പ്രസിഡന്റായി. ടിവിക്ക് സംസ്ഥാന പ്രസിഡന്റ് അല്ല, കേരളത്തിലെ വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് ഉണ്ടാവും. പല ജില്ലകളും പിടിക്കാൻ സാധ്യത. അതായത് ഇപ്പോ നിലവിലത്തെ രാഷ്ട്രീയം, നമ്മളിവിടുത്തെ രാഷ്ട്രീയം എങ്ങനെയാ? LDF, UDF. ഞാനൊരു പാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ. ഞാനൊരു കലാകാരനാണ്, എനിക്കൊരു പാർട്ടിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. സപ്പോർട്ടല്ല ചെയ്തത്, ഞാൻ ഉള്ള കാര്യം പറഞ്ഞതാ. ഇപ്പോഴത്തെ പിള്ളേരെ ഇതെന്ന് വെച്ചാൽ അല്ല, ഇലക്ഷൻ സമയത്ത് ആരെ സപ്പോർട്ട് ചെയ്തില്ല? ഇലക്ഷൻ സമയത്ത് നമ്മളത് സപ്പോർട്ട് എന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ഞാൻ സപ്പോർട്ട് ചെയ്തത് അഞ്ജലി നായർ സപ്പോർട്ട് ചെയ്തത്. എന്തുകൊണ്ടാ? പുള്ളിക്കാരത്തി രാഷ്ട്രീയമല്ല ഞാൻ നോക്കിയത്, പുള്ളിക്കാരത്തി ആക്ടറാ. അതുകൊണ്ട് നിങ്ങളുടെ ഒരു ഫീൽഡിലുള്ള ആളായത് സപ്പോർട്ട് ചെയ്തത് ചെയ്തിട്ടുണ്ടല്ലോ. അഖിൽമാരാര് മറ്റേ മുഖ്യമന്ത്രി രമേശ് പിഷാരടി ചെയ്തിട്ടുണ്ടല്ലോ. ചേട്ടന് സോഷ്യൽ മീഡിയയിൽ കുറെ ചാനലുണ്ട്. ഞങ്ങൾ ഒരു ചാനലിൽ സോഷ്യൽ മീഡിയയിൽ അഞ്ജലി നായർ. അപ്പോ വിഷ്ണുവിന്റെ ഒരു കോൺസെപ്റ്റില് രാഷ്ട്രീയ സിനിമാക്കാരെല്ലാരും കൂടെ ചേർന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം. അത് വന്നിട്ട് ഞങ്ങൾ എല്ലാവരെയും കൂടെ ആയതാക്കണം എന്നല്ല ഞാൻ പറഞ്ഞ. ഇപ്പൊ ടിവിക്കടെ ഇപ്പൊ നല്ലൊരു പ്രവർത്തനം കണ്ടായിരുന്നു. കാരണം സർക്കാർ ജീവനക്കാരി തുടങ്ങിയിട്ടേ ഉള്ളൂ. അതെ, അല്ല പറഞ്ഞാണ്. ആ തുടങ്ങുമ്പോ തന്നെ കയ്യടിയാണ്. സർക്കാർ ജീവനക്കാര് കൈക്കൂലി മേടിക്കുന്നത് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒരു ചരിത്രം തന്നെയാണ് ആണല്ല. അതേപോലെ ഇവിടെ കൊണ്ടുവരുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് മനസ്സിലായ? ഫസ്റ്റ് തന്നെ കയ്യടിയാണ് പുള്ളിക്ക്. ഇനിയും കയ്യടി കിട്ടാനായിട്ട് ഒരുപാട് സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ പുള്ളി കൊണ്ടുവരുന്ന സംഭവങ്ങൾ അങ്ങനെയാണ്. അറിയാതെ വെച്ചാൽ പിന്നെ വരുമ്പോ അറിയാൻ പറ്റും. ഇപ്പൊ ഇത്ര ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളു. ഇത് എന്താണ്? നിങ്ങൾ സമയം കൊടുക്ക്. ഇപ്പൊ ഒരു മാസമായി. ഒരു മാസമല്ലേ ആയില്ല. ചേട്ടന് സമയം കൊടുക്കേണ്ടല്ല. ഞാനിപ്പോ സ്റ്റാലിനോട് പറഞ്ഞിട്ടുണ്ട് 6 മാസം സമയം കൊടുക്കും. പിന്നെന്താ ഇപ്പൊ VD സതീശനോട് ഞങ്ങൾക്ക് പറയാൻ സമയത്ത് എങ്ങാണ്ട് പുള്ളിക്കാരൻ ഇപ്പൊ മറ്റേ മോഡിഫിക്കേഷൻ പറഞ്ഞില്ലേ? താമര വിരിയില്ല. ഞാൻ പറഞ്ഞല്ലോ, താമര എങ്ങനെ വിരിയും, ചക്കയിൽ എങ്ങനെ താമര, ചക്ക എങ്ങനെ താമര തിരിച്ചു മറിച്ചൊക്കെ ഇട്ടല്ലോ.
താമര വിരിയില്ല എന്ന് പറഞ്ഞു ഒരു സ്റ്റേറ്റ്മെന്റ് കുറേ പേര് പറഞ്ഞു കേട്ടോ. പക്ഷെ എനിക്ക് ഞാൻ തോന്നുന്നു ട്രാൻസ് അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റിപ്പെട്ട പറഞ്ഞു. കുറേ പേര് പക്ഷെ തിരുവനന്തപുരത്ത് വിരിഞ്ഞാർന്നപ്പാ. അതോടൊപ്പം തന്നെ പറഞ്ഞായിരുന്നു. കൊല്ലത്ത് വിരിഞ്ഞു, അല്ല താമര തിരുവനന്തപുരത്ത് വിരിയില്ല. വിരിഞ്ഞില്ല. തിരുവനന്തപുരത്ത് 2 വിരിഞ്ഞു, കൊല്ലത്ത് 1 വിരിഞ്ഞു. കൃഷ്ണ ഞാൻ പറഞ്ഞേക്കെ താമര വിരിയില്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ അതോടൊപ്പം ഞാൻ നമ്മുടെ ശോഭ ചേച്ചി ജയിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താ അങ്ങനെ? അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ശോഭ ചേച്ചി കുറെ വർഷങ്ങളായിട്ട് പാർട്ടി നിൽക്കുന്നു. അതങ്ങനെ BJP നിൽക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെയല്ലേ? അതല്ല, അവർക്ക് കുറേയും കൂടെ പാർട്ടിയിൽ നല്ല എക്സ്പീരിയൻസ് കാര്യങ്ങളുണ്ട്. ആ സമയത്താണ് ആ വിവാദം വന്നത്, ഏതാ? കാശിന്റെ പൈസയുടെ വിവാദങ്ങൾ. ഇല്ലെങ്കിൽ എങ്ങനെ പോലും പുള്ളിക്കാരി കയറും എന്ന് വിചാരിച്ച് തന്നെ ഇരുന്നതാ. ഉറപ്പാണോ? ആ വിവാദം ഇല്ലെങ്കിൽ ശോഭ ചേച്ചി ജയിക്കുമെന്ന് ഉറപ്പാണോ? 2000 വോട്ടിനല്ലേ പോയത്? 2000 ഒന്നുമല്ല, എത്ര എനിക്ക് വോട്ടിനാണ്? എത്ര വോട്ടെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് ഞാൻ 21,000 വോട്ടിനാണ് പിഷാരടി ജയിച്ചത്. ആണോ? പിഷാരടി ജയിച്ചത്. അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടും കോൺഗ്രസിന് കൂടുതൽ വോട്ടാണ് കിട്ടിയത്. പക്ഷേ അവിടുത്തെ വിവാദം എല്ലാം കൂടെ വന്നപ്പോൾ ശോഭ ചേച്ചി കയറും എന്ന് തന്നെ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാനൊക്കെ. ആഗ്രഹമുണ്ടോ ജയിക്കണമെന്നവര്? അങ്ങനെ ആഗ്രഹം ഉണ്ടോന്നല്ല, ശോഭ നമുക്ക് ഒരേ ചേച്ചി ശോഭ ചേച്ചി ഇനി വേറൊരു മണ്ഡലത്തിൽ വന്ന് മത്സരിക്കുകയാണ്. അവിടെ BJP ജയിക്കുന്ന ഉറപ്പുള്ളൊരു മണ്ഡലം. അപ്പോഴും ആഗ്രഹിക്കുമോ ജയിക്കണമെന്നുള്ളത്? ജയിക്കണം എന്ന് ആഗ്രഹിക്കും എന്നല്ല പറഞ്ഞത്. അവരുടെ പാർട്ടി എക്സ്പീരിയൻസ് നോക്കണം ഒരുപാട് വർഷങ്ങളായിട്ട്. അപ്പം ശോഭ ചേച്ചി ഏത് ജില്ലക്കാരിയെ? ഏതാ അത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പാകം ചുറ്റി പറഞ്ഞു പോകും. അറിയില്ല, പറ. എനിക്കറിയില്ല. ഞാൻ ആലോചിച്ചു ആലപ്പുഴയാണോ എന്ന് ആലോചിച്ചു. ഞാനത് പറയാത്ത ആണോന്ന് ഉറപ്പോ? ആലപ്പുഴയാണോ? തൃശ്ശൂരാ? തൃശ്ശൂരാണോ? വടക്കാഞ്ചേരി. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ശരി, പറഞ്ഞു. അവർക്ക് കുറെ എനിക്കറിയാത്തോണ്ട് ചോദിച്ചു. അപ്പൊ ചേട്ടൻ എനിക്കിട്ട് ഞാൻ ചോദിച്ചു. എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർ കയറി അങ്ങനെ പോകണം എന്നാണ് ആരൊക്കെ? ഞാൻ ശരി, നമുക്ക് ഈ രാഷ്ട്രീയത്തിനകത്ത് ആരൊക്കെ ജയിക്കണമെന്ന് നിങ്ങൾ എക്സ്പീരിയൻസിന്റെ ബേസിൽ പറഞ്ഞാൽ BJP ആരൊക്കെ ജയിക്കേണ്ടി വരും? BJP ഞാൻ പേരെടുത്ത് പറഞ്ഞ ശോഭ ചേച്ചിയുടെ പേര് മാത്രം ഞാൻ ഈ ജയിച്ച 3 പേരെ ഇഷ്ടമല്ല? അല്ല, എനിക്ക് ഇഷ്ടമാണ്. പേഴ്സണലി അറിയില്ലെന്ന് അല്ലേ? അല്ല, അങ്ങനെ അവരുടെ പ്രൊഫൈൽ അറിയാവോ? അവരുടെ പൊസിഷനൊക്കെ എത്ര ക്വാളിഫിക്കേഷൻ എന്താണെന്നൊക്കെ ഉള്ളത്? നമ്മുടെ പിന്നെ ബിന്ദുകൃഷ്ണ അവരൊക്കെ BJP ഇപ്പൊ ചോദിച്ചാൽ കോൺഗ്രസ് ഞാൻ ചോദിക്കാം. ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കാറില്ലല്ലോ. ഓക്കെ. നമ്മൾ ആ ഇതെല്ലാം വരുമ്പോ ആ സമയത്തൊന്നും അവരുടെ എല്ലാം നോക്കി അല്ല, പോകുന്നല്ലോ. BJP ജയിക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. എന്നിട്ട് അവിടെ ശോഭ സുരേന്ദ്രൻ ജയിക്കണമെന്ന് അല്ല, പറയുകയും ഞാൻ അതിന് മാത്രമേ ആ ചേച്ചി ശോഭ ചേച്ചിനെ മാത്രമേ ഞാൻ അനുകൂലിച്ചിട്ടുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അത് എന്തായാലും ഈ ഒരു റീസൺ മാത്രമുണ്ട്. സ്പെസിഫിക് ആയിട്ട് റീസൺ എന്തായാലും ഉണ്ടാവുമല്ലോ. എന്തുകൊണ്ടാണ്? ഉണ്ടാവും. പക്ഷെ അതിപ്പോ പറയാൻ ശരിയാവില്ല. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി നമ്മളത് നേരത്തെ പറഞ്ഞുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയ തന്നെ എടുത്തിട്ട് അല്ല, അത് തെറ്റില്ലല്ലോ, തെറ്റായ കാര്യമല്ലല്ലോ. അതായത് അവിടെ ഒരു പീഡനം കാര്യങ്ങളൊക്കെ വന്നല്ലോ. അപ്പൊ അതൊക്കെ ഞാൻ വെച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പൊ ഞാനത് പറയാതെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വീഡിയോ അവരെല്ലാവരും കണ്ടിട്ടുണ്ട് ഓൾറെഡി ഇതിനു മുന്നേ ഞാൻ പറയുന്നത്. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണോ ഞാൻ പറഞ്ഞേട്ടോ. നമ്മൾ അതൊക്കെ വെച്ച് വിലയിരുത്തുമല്ലോ ആളുകളല്ലേ. ഇനി നമുക്ക് നമ്മളുടെ പഴയ ടോപ്പിക്കിലേക്ക്, സിനിമ പ്രൊഡ്യൂസർ പറഞ്ഞോ. ഞാൻ കേൾക്കാം. പ്രൊഡ്യൂസർ ആയിട്ട് നഷ്ടവും ലാഭവും അതൊന്ന് പറ. എത്ര ലക്ഷമായിരുന്നു ബഡ്ജറ്റ് ആയിരുന്നു? അലിയേട്ടന്റെ പെണ്ണ് ആൻസി ആണെങ്കിൽ 23,000. ഒരുപാടൊന്നുമില്ല, 23. എത്ര വർഷം മുന്നേ? അത് 4? അത് 2 കൊല്ലം. 2 ആയിട്ടുള്ളൂ. അതിനുശേഷം ബ്ലഡ് നൈറ്റ് വന്നു. ബ്ലഡ് നൈറ്റ് ഞാൻ എടുത്തു. അതായത് ആറാട്ടെണ്ണോ അലി ജോസ് പെരേര ഒന്നിച്ച് അഭിനയിച്ച സിനിമ ഷോർട്ട് ഫിലിം. അതിലാണ് ഒരു ട്വിസ്റ്റ് ഒക്കെ എന്തോ വെച്ചിട്ട് നിർത്തിയത്. ഒരു മുഖംമൂടിയൊക്കെ എന്തോ കാണിച്ചിട്ട് രാത്രി എന്തോ. അല്ല, അത് അലിയേട്ടന്റെ പെണ്ണ് ആൻസി ഓൾബ്രൈറ്റിന്റെ മുഖംമൂടി. അതിനുശേഷം പിന്നെ ഞാൻ തന്നെ അഭിനയിച്ച ഈ ബ്ലഡി നൈറ്റ് ആണോ മറ്റേ ഈ ലോഡ്ജിനകത്ത് പ്രേമിക്കാൻ പോണതൊക്കെ? ഇത് ഇങ്ങനത്തെ തീം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു? എനിക്കറിയില്ല, ഞാനത് വിലക്കെടുത്തതാ. എന്റെ യൂട്യൂബിൽ ഇടാനായിട്ട് വിലക്കെടുത്തതാ. അത് ഈ ഓൾബ്രൈറ്റിന്റെ തന്നെയാട്ടോ, അവരിൽ നിന്ന് വാങ്ങിച്ചതാ. പിന്നെ അത് ഞാൻ സിൽക്ക് റോഡ് ചെയ്തു. മാത്രമേ നിങ്ങൾക്ക് വരുള്ളൂ. പിന്നെ എൻ്റെ ഒരു വിഭാവരിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നല്ല നല്ല സൗണ്ട് എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ള വിഭാവരി. അതിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. തുമ്പപ്പൂ പുരസ്കാരം. അത് ഇവിടുന്ന് പുന്നപ്ര ആ റേഞ്ചില്. ഞാൻ വാങ്ങിക്കാൻ പോയില്ല, അത് വാങ്ങിക്കാൻ പോയ വേറെ ആൾക്കാരൊക്കെയാണ് സ്റ്റുഡിയോ. ഞാൻ ഇവരുടെ ഈ കൂട്ടത്തില് പിന്നെ ഒരു ആൽബം ചെയ്തു. പക്ഷെ ആൽബം ചെയ്തെങ്കിലും അത് അധികം വ്യൂസ് എത്തിയില്ല. അതാണ് ഏറ്റവും നല്ല ബഡ്ജറ്റ് ചെയ്തതാണ് മ്യൂസിക്. അല്ലല്ല, ഒരു ആൽബം ഞാൻ ചെയ്തിട്ടുണ്ട് മ്യൂസിക്. സ്വന്തമായിട്ട് പാടി. ഞാനല്ല വേറെ ആള് പാടി അഭിനയിച്ച്. എവിടെയെങ്കിലും എത്തിയോ എന്തെങ്കിലും? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. വിവാഹരിക്ക് നല്ല വരുമാനമാണ്. ഇല്ല, അങ്ങനെ വരുമാനമൊന്നും ഇല്ല. എന്നാലും ചെറിയ രീതിയിലൊക്കെ ഉള്ളൂ. അത് മെയിൻറ്റെയിൻ ചെയ്ത് പോണ്ടേ? ഇനി അത് പോണെങ്കിൽ യൂട്യൂബിൽ എന്ത് പറഞ്ഞാലും ഞാൻ എന്തെങ്കിലും ഷോർട്ട് ഫിലിം ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ക്ലച്ച് പിടിക്കുള്ളൂ. അവിടെ ഈ റീൽസിനൊന്നും ഷോർട്സിന് അറിയിച്ചില്ല. പക്ഷെ സിനിമയെ കുറിച്ച്
തയ്യൽ മെഷീൻ എന്ന് പറഞ്ഞ സിനിമ പോസ്റ്ററിലൊക്കെ ആ ആറ്റിറ്റ്യൂഡൊക്കെ കാണും. അത് ചതിയില് അത് തന്നെ. ചതി എന്ന് പറഞ്ഞ ചെയ്തിരുന്നില്ലേ ഞാൻ, അത് ഷോർട്ട് ഫിലിം അല്ലേ? ആ ഷോർട്ട് ഫിലിം. ഇപ്പൊ ചതി മുഴുവൻ ഞങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ ഇടയ്ക്ക് ഞാൻ വേറെ ഷോർട്ട് ഫിലിമിലൊക്കെ പോയി അഭിനയിക്കുന്ന, കഴിഞ്ഞ ദിവസം പോയി ഗ്ലാമർ വേഷമൊക്കെ ചെയ്തിട്ടുണ്ട്. ഒറ്റക്ക അല്ല, വിഷ്ണു കൊച്ചിക്കാരന്റെ. അത് ഞാൻ ചോദിക്കാറായിരുന്നു. നിങ്ങൾ ഭയങ്കര ഗ്ലാമറസ് ആയിട്ടാണല്ലോ ഇപ്പൊ നടക്കുന്നത്.